അങ്ങ് ദൂരെ ഹിമാലയത്തിൽ ഉദിച്ചുയർന്ന സൂര്യനെ പോലെ സമാധാനത്തിന്റെ വെളിച്ചം വിതറുന്ന ഒരേ ഒരു രാജാവ്, അവരുടെയെല്ലാം ദൈവം. ആ ദൈവത്തിന് അവർ നൽകിയ പേര് ദലൈലാമ. അതെ, ടിബറ്റിൽ സമാധാനവും ശാന്തിയും ആയുധമാക്കി ഭരണം നടത്തി ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ആത്മീയ ആചാര്യനായിരുന്നു ദലൈലാമ. ചൈന എന്ന വൻകിട ശക്തിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ ടിബറ്റൻ ജനതയും ദലൈലാമയും ഇന്നും ഒരു തീരാക്കണ്ണീരായി അവശേഷിക്കുന്നു. ബുദ്ധമതത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നവരായിരുന്നു ടിബറ്റുകാർ. ബുദ്ധന്റെ പുനർജന്മമാണ് ദലൈലാമയെന്നും ഓരോ ലാമയും പുനരവതരിക്കുന്നതാണ് അടുത്ത ദലൈലാമയെന്നുമാണ് ടിബറ്റുകാരുടെ വിശ്വാസം. 1950 വരെ സ്വതന്ത്ര രാജ്യമായിരുന്ന ടിബറ്റ് ഇന്ന് ചൈനയുടെ മാത്രമായുള്ള ഒരു പ്രദേശം. എന്തിനും പോന്ന ചൈനയുടെ ഇപ്പോഴുള്ള വെറും ഒരു പ്രദേശമാണെങ്കിലും അവിടുത്തെ ഓരോ ജനത്തിനും അവരുടെയെല്ലാം പരമാധികാരിയായി അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരേ ഒരു ദൈവം, അത് ദലൈലാമയാണ്, ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ. ഓരോ ദലൈലാമയും ഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ആചാരമനുസരിച്ച് എത്രയും പെട്ടെന്ന് രാജ്യത്ത് എവിടെയെങ്കിലും പുനരവതരിച്ച അടുത്ത ദലൈലാമയെ കണ്ടെത്തും. ഒരു ദലൈലാമ ലോകത്തോട് വിട പറഞ്ഞാൽ അടുത്ത ദലൈലാമയെ കണ്ടെത്താനുള്ള അധികാരം പഞ്ചൻ ലാമയ്ക്കാണ്. ദലൈലാമ കഴിഞ്ഞാൽ ടിബറ്റിന്റെ ആത്മീയ ആചാര്യൻ പഞ്ചൻ ലാമയാണ്. 17-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ആത്മീയ ആചാര്യൻ എന്നതിലുപരി ദലൈലാമയ്ക്ക് രാഷ്ട്രീയ നേതാവ് എന്ന പദവി കൂടി കൈവന്നു. ടിബറ്റിന്റെ ഇപ്പോഴുള്ള ദലൈലാമ 14ാമത്തെയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ലാമോ തോണ്ടും എന്നുമാണ്. 1935 ജൂലൈ 6 വടക്ക് കിഴക്കൻ ടിബറ്റിലെ ഡോക്കോം പ്രവിശ്യയിലെ ടാക്സ്റ്റർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സാധാ കർഷക കുടുംബത്തിലെ 7 മക്കളിൽ ഒരാൾ. ടിബറ്റിന്റെ ആദ്യത്തെ ലാമയായി അറിയപ്പെടുന്നത് ഗഡുൻ ഡ്രുബ എന്നു പേരുള്ള ആത്മീയാചാര്യനാണ്. 1391 മുതൽ 1474 വരെ 83 വർഷക്കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം. ഇന്ത്യയിലെ തവാങ്ങിൽ ജനിച്ച സാങ്യാങ് ഗ്യാറ്റ്സോ ആണ് ഏറ്റവും ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന്റെ 9ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയത്. ടിബറ്റിന്റെ 6ാം ദലൈലാമയായിരുന്നു അദ്ദേഹം. 1ാം ദലൈലാമയുടെ കാലത്ത് ചൈന ശക്തമായ രാജ്യമായി മാറി. 17-ാം നൂറ്റാണ്ടിൽ ചൈന ഭരിച്ചിരുന്നത് മഞ്ചൂരിയൻ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ടിബറ്റിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും 5ാം ദലൈലാമയെ തന്റെ അതേ പദവിയിലുള്ള ചക്രവർത്തിയായി അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ടിബറ്റിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചൈന ടിബറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചൈന പലതവണ ടിബറ്റിനെ ആക്രമിക്കുകയും ചെയ്തു. 1879 13ാം ദലൈലാമയായി തിരഞ്ഞെടുക്കപ്പെട്ട ടിബറ്റൻ ഗ്യാറ്റ്സോ ടിബറ്റിൽ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ബ്രിട്ടീഷ് ചൈനീസ് അധിനിവേശങ്ങളെ തന്ത്രപരമായി ചെറുക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് നേരെ ചൈനീസ് ആക്രമണം ഉണ്ടാവുകയും തുടർന്ന് 1904 മംഗോളിയയിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും അദ്ദേഹം പലായനം ചെയ്തു. അതോടുകൂടി ചൈനയുടെ നിയന്ത്രണത്തിലേക്ക് ടിബറ്റ് പൂർണ്ണമായും വന്നു ചേർന്നു. പിന്നീട് 1911 ചൈനയിലെ മഞ്ചൂരിയൻ രാജവംശത്തിന്റെ ഭരണം അവസാനിച്ചതോടെ മുഴുവൻ ചൈനക്കാരെയും പുറത്താക്കി ടിബറ്റ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 1912 മടങ്ങിയെത്തിയ ടിബറ്റൻ ഗ്യാറ്റ്സോ എന്ന ദലൈലാമ ടിബറ്റിൽ വലിയ അഴിച്ചുപണികളാണ് നടത്തിയത്. അവർക്ക് സ്വന്തമായി കറൻസി, മികച്ച പോലീസ് സംവിധാനം, തപാൽ സ്റ്റാമ്പ്, മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ ഒട്ടേറെ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. അങ്ങനെ ടിബറ്റിൽ എല്ലാ മേഖലകളും ശക്തമാക്കി അദ്ദേഹം 1933 ലോകത്തോട് വിടവാങ്ങി.